കഴിക്കാൻ അത്ര സുഖമില്ലാത്ത ഗുളികകൾക്ക് മുകളിൽ ഷുഗർ കോട്ടിംഗ് കൊടുക്കുന്നത് പോലെയാണ് മാസ് മസാല സിനിമകൾ ഉണ്ടാക്കുന്നത് എന്ന് മുരളി ഗോപിയും പൃഥ്വിരാജും പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2019 ലൂസിഫർ എന്ന സിനിമ കാണുമ്പോൾ അന്നേ വരെ മുരളി ഗോപി എന്ന എഴുത്തുകാരൻ രചിച്ചിട്ടുള്ള സിനിമകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാത്രമേ ലൂസിഫർ തോന്നിയിരുന്നുള്ളൂ. ഒരുപക്ഷെ ആ സിനിമയെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷ കാരണമായിരിക്കാം അതിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ലെയർ ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. പോരാത്തതിന് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി കൊടുക്കുന്ന സിനിമയുടെ ക്ലൈമാക്സ് പ്രതീക്ഷിച്ചൊരു ഹൈ അന്ന് തന്നുമില്ല. പക്ഷെ രണ്ടാമത് കണ്ടപ്പോൾ ആ കഥയിൽ ഉണ്ടായിരുന്ന കക്ഷി രാഷ്ട്രീയത്തിന്റെ ഉള്ളിലെ കളികൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എമ്പുരാന്റെ ലോകം ഇവർ എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ലൂസിഫറിൽ നമ്മൾ കണ്ട സംഭവങ്ങൾക്ക് ശേഷം 5 വർഷമായിരിക്കുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയിട്ടും 5 വർഷമായി. അയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. സിനിമയുടെ ട്രെയിലറിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്നതുപോലെ ജതിൻ രാംദാസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മടങ്ങിവരവാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. വിവിധ കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയും അവരുടെ ആശയങ്ങളിലും സിദ്ധാന്തങ്ങളിലും ഉള്ള കുഴപ്പങ്ങളെക്കുറിച്ച് സ്വന്തമായ ഒരു കാഴ്ചപ്പാടുമുള്ള വ്യക്തിയാണ് മുരളി ഗോപി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ നടുവിലേക്ക് ഒളിഞ്ഞിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്ന പോലത്തെ ഒരു എസ്കേപ്പിസ്റ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരുന്നു ഒരർത്ഥത്തിൽ ലൂസിഫർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയം തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ. അതിൽ പറയുന്ന വ്യക്തി ജീവിതങ്ങൾക്കും ഈ കക്ഷി രാഷ്ട്രീയവുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ സിനിമയ്ക്ക് പ്രധാനമായും 2 അജണ്ടകളാണുള്ളത്. ഒന്ന്, ലൂസിഫറിൽ നമ്മൾ കാണാതിരുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെ ഇതിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഖുറേഷി അബ്രാം എന്ന കഥാപാത്രം എത്രത്തോളം വലിയവനാണ് എന്ന് നമ്മൾക്ക് രജിസ്റ്റർ ചെയ്തു തരിക എന്നത്. കഥാപാത്രങ്ങളുടെ ബാക്ക് സ്റ്റോറിയിലൂടെ ഈ 2 കാര്യങ്ങളെയും ബന്ധിപ്പിക്കാൻ മുരളി ഗോപിക്ക് സാധിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ഒരു വലിച്ചു നീട്ടൽ നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിട്ടുള്ള ഈ സിനിമയ്ക്ക് പൃഥ്വിരാജ് ട്രീറ്റ്മെന്റിലൂടെ ഒരു മാസ് മസാല സിനിമയുടെ ഭാവം കൊണ്ടുവരികയാണ്. ആരാധകരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി ലൂസിഫറിൽ നമ്മൾ കണ്ടിട്ടുള്ള പല സംഭവങ്ങളുടെയും ഡയലോഗുകളുടെയും വേറെ രീതിയിലുള്ള ഒരു പുനരാവിഷ്കാരം ഇവിടെ കാണാൻ സാധിക്കും. 1ാം ഭാഗത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള പലതിൻ്റെയും ഒരു 2.0 വേർഷൻ ഇതിലുണ്ട്. അതിൽ ചിലതൊക്കെ തിയേറ്ററിൽ പ്രതീക്ഷിച്ച ഓളം ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ളവയ്ക്ക് അതിന് സാധിച്ചില്ല. പൃഥ്വിരാജ് അവതരിപ്പിച്ച സയ്യിദ് മസൂദ് എന്ന കഥാപാത്രം ഇത്തവണ ഒരു അല്പം ഇമോഷണൽ ആയിട്ടുള്ള സ്പേസിലാണുള്ളത്. അത് ഒരു തരത്തിൽ ഈ സിനിമയുടെ ക്ലൈമാക്സിന് ലൂസിഫർ ക്ലൈമാക്സിൽ നടക്കുന്നതിന്റെ ഒരു റോൾ സ്വാപ്പിങ്ങിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. എമ്പുരാനിൽ പൃഥ്വിരാജ് മെറ്റാഫോറിക്കൽ ആയിട്ടുള്ള ഷോട്ടുകളും സിലബറ്റ് ഷോട്ടുകളും ഒക്കെ പല ആവർത്തി ഉപയോഗിക്കുന്നുണ്ട്. എൽ എന്ന വാക്ക് പലതവണ പല രീതിയിൽ ഫ്രെയിമിൽ വരുന്നത് കാണാം. കുറച്ചുകൂടെ സംഭവബഹുലമായ വിശാലമായ കേരള രാഷ്ട്രീയമാണ് എമ്പുരാനിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളിലെ ഡ്രാമയും ഒരല്പം കൂടുതലാണ്. അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിലെ പൊളിറ്റിക്കൽ ട്രാക്ക് ഏത് രീതിയിൽ ഇവോൾവ് ചെയ്യുമെന്നറിയാൻ നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഒരു കുഴപ്പമായിട്ട് തോന്നിയത് ഖുറേഷി അബ്രാമിന്റെ കഥയും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. ആ ഒരു ഡിസ്കണക്ട് കൊണ്ട് തന്നെ പടത്തിന് ഗ്രാഫ് അത്ര കൺസിസ്റ്റന്റ് അല്ല. ഈ 2 ട്രാക്കുകളെയും ബന്ധിപ്പിക്കാൻ വില്ലൻ കഥാപാത്രത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലൂസിഫറിൽ ബോബി എളുപ്പത്തിൽ മരണപ്പെട്ടു പോയി എന്ന് തോന്നിയതുപോലെ ഇതിലും അവസാനം നടക്കുന്ന കാര്യങ്ങൾ കുറച്ചധികം കൺവീനിയന്റ് ആയതുപോലെ തോന്നി. ആക്ഷൻ ബ്ലോക്കുകളും സ്റ്റീഫൻ നെടുമ്പള്ളിയെ പല സ്ഥലങ്ങളിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന രീതിയുമൊക്കെയായിരുന്നു ലൂസിഫറിലെ പ്രധാന ഹൈലൈറ്റുകൾ. എമ്പുരാനിലേക്ക് വരുമ്പോൾ ഫിസിക്സിനെ ഒട്ടും അപമാനിക്കാത്ത തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആക്ഷൻ ബ്ലോക്കുകൾ പുൾ ഓഫ് ചെയ്യാൻ പൃഥ്വിരാജിനും ടീമിനും സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിഗംഭീരമാണ്. മലയാള സിനിമയ്ക്ക് എന്തെല്ലാം സാധ്യമാകുമെന്നതിന്റെ ബൗണ്ടറി പുഷ് ചെയ്യുന്നതിൽ തീർച്ചയായും എമ്പുരാൻ എന്ന സിനിമ ഒരു നാഴികക്കല്ല് തന്നെയാണ്. കഥാപാത്രങ്ങളുടെ ഇമോഷണൽ ജേണി താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ സിനിമാറ്റോഗ്രാഫി കുറച്ചുകൂടി സ്റ്റൈൽ ഓറിയന്റഡ് ആണ്. എഡിറ്റിംഗ് ടേബിളിൽ ക്രിസ് ക്രോസ് ആക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ എമ്പുരാനിൽ താരതമ്യേന കുറവാണ്. ചില ഫൈറ്റ് സീക്വൻസുകളിൽ, പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനിലും സ്റ്റീഫൻ കേരളത്തിലേക്ക് വീണ്ടും വരുന്ന സീനിലും കട്ടുകളുടെ എണ്ണം കുറച്ചധികമായതുപോലെ തോന്നി. ദീപക് ദേവ് വിഷ്വൽസിനൊത്ത മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയിട്ടുണ്ട്. ഉള്ളിൽ ഒരുപാട് ദുഃഖമുള്ള ഒരു മനുഷ്യനാണ് സ്റ്റീഫൻ എന്ന് മോഹൻലാൽ പറഞ്ഞതിനെക്കുറിച്ച് പൃഥ്വിരാജ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ആ ഒരു ദുഃഖമുള്ള സ്റ്റീഫനിലേക്ക് പോകാൻ പാകത്തിനല്ല കഥയുടെ ഒരു ഗതി. സ്റ്റീഫന്റെ ലാർജർ ദാൻ ലൈഫ് പരിപാടിയിലേക്ക് തിരക്കഥ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മോഹൻലാലും സ്വാഗറിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായിട്ട് ടോവിനോ തോമസിന്റെ ജതിൻ രാംദാസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. ടോവിനോ ആ ഭാഗം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ആത്മവിശ്വാസക്കുറവുള്ള പ്രിയദർശിനി രാംദാസിനെ മഞ്ജു വാര്യറും നല്ല രീതിയിൽ അവതരിപ്പിച്ചു. കഥയുടെ പോക്ക് നോക്കുമ്പോൾ L3യിൽ വളരെ അധികം ആത്മവിശ്വാസമുള്ള ഒരു പ്രിയദർശിനിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഗെയിം ഓഫ് ത്രോൺസ് ആക്ടർ ജെറോം ഫ്ലിന്നിന് സാമാന്യം പ്രാധാന്യമുള്ളൊരു റോള് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇന്ദ്രജിത് സുകുമാരൻ, ഫാസിൽ, ബൈജു സന്തോഷ്, സായികുമാർ, നന്ദു മുതലായവർ ഈ പതിപ്പിലും സ്ഥാനം കണ്ടെത്തിയപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് വലതുപക്ഷക്കാരനായ സജന ചന്ദ്രനായി ഇവിടേക്ക് എൻട്രി നേടി.
അഭിമന്യു സിംഗ് അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം, ആ കഥാപാത്രത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള നല്ല ഡയലോഗുകൾ കാരണം മികച്ചു നിന്നു. ലൂസിഫറിൽ എന്നതുപോലെ ഈ സിനിമയിലും പൃഥ്വിരാജിന് ഒരുപാടൊന്നും സ്ക്രീൻ ടൈം ഇല്ല. പുള്ളിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച കാർത്തികേയ ദേവിനാണ് കൂടുതൽ ചെയ്യാനുള്ളത്. ലൂസിഫർ പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ സിനിമയിലെ പ്ലോട്ടിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ലൂസിഫർ ഭൂരിഭാഗവും അതുതന്നെ ആയപ്പോൾ എമ്പുരാനിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് പരിചിതമായ പല കഥാപാത്രങ്ങളുടെയും ചരിത്രം പറയേണ്ടതുള്ളതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ലൂസിഫർ അവസാനിച്ചതുപോലെ നല്ല പ്രതീക്ഷ നൽകുന്ന കുറച്ചുകൂടി വലിയ ഒരു പാർട്ട് 3 വരും എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് എമ്പുരാനും അവസാനിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ എമ്പുരാൻ വീണ്ടും കാണുമ്പോൾ ലൂസിഫറിൽ ഒളിപ്പിച്ചു വെച്ച പോലെയുള്ള ലെയറുകൾ എനിക്ക് കാണാൻ സാധിക്കുമായിരിക്കും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്